അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? എപ്പോഴും വിവാദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ജാസിയോട് വരാറ്. മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. ഇന്ന് വെറുതെ ചുമ്മാ കുറച്ച് കാര്യങ്ങൾ അങ്ങ് സംസാരിക്കുക. എനിക്ക് കുറച്ച് മനസ്സ് തുറന്ന് കുറച്ച് അതുകൊണ്ട് അങ്ങ് വന്നതാ ഞാൻ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പലർക്കും ചോദിക്കാറുണ്ട്, ജാസി സർജറി ചെയ്തോ ഇല്ല. ഇപ്പൊ ഈ കാണുന്ന കുറേ ട്രാൻസ് കമ്മ്യൂണിറ്റി ആൾക്കാർ എല്ലാവരും സർജറി ചെയ്തോ എന്നുള്ളത് ഇപ്പൊ എല്ലാവരും നമുക്ക് പോയിട്ട് പൊക്കി നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ആണല്ലോ. നേരത്തെ ഇവിടെ വന്ന് ഇറങ്ങിയ ടൈമിൽ ഒരുപാട് വിഷയങ്ങളായിരുന്നു. ഒരുപാട് പേര് ജാസിക്ക്. എനിക്ക് ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും എൻ്റെ പേരെടുത്ത് ജാസി അല്ലെങ്കിൽ ജാസി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല. അവിടെ ഞാൻ വീണ്ടും റീച്ച് ആവത്തേ ഉള്ളൂ. എനിക്ക് കാരണം ഞാൻ എന്താ ആഗ്രഹിക്കുന്ന ആണെന്നറിയോ, ഈ മാങ്ങള്ള കല്ലിലല്ലേ കല്ലെറിയുള്ളൂ. ഈ മാങ്ങള്ള കല്ലിലല്ലേ കല്ലെറിയുള്ളൂ. മാവിലെ കല്ലെറിയുള്ളൂ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇപ്പൊ ലാസ്റ്റ് കൊടുത്ത ഈ ആള് കൊടുത്ത ഇന്റർവ്യൂലും എന്നെ കുറിച്ചാണ് പറയുന്നത്. ഇവരൊക്കെ എന്നെ കുറിച്ച് പറയുമ്പോഴാണ് ഇവർക്ക് റീച്ച്. അപ്പൊ അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്നെ ഇങ്ങനെ ട്രോളുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി പെട്ട കുറച്ച് ആൾക്കാരൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെ എനിക്ക് എതിരെ ബാഡ് കമന്റ് ഇടുമ്പോഴും ഇവരൊക്കെ എന്തുകൊണ്ടാണ് എന്നെ ഭയക്കുന്നത്? എനിക്ക് ഇങ്ങനെ റീച്ച് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ എന്തെങ്കിലും റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. അല്ലെങ്കിൽ എൻ്റെ അപ്പൊ ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഈ മാവില് കുറെ മാങ്ങ ഉണ്ട്. അപ്പൊ അത് ആൾക്കാരെ കൊണ്ട് കല്ലെറിയുന്നത് ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഇത് അഷിയുടെ ഉമ്മയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ. ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ജാസി അങ്ങനെയല്ല, ജാസി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എൻ്റെ മോനെ പിടിച്ചു വെച്ചേക്കണം, എൻ്റെ മോനെ തല്ലാറുണ്ട്. അയ്യോ, അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ എങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? കുറെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ് ആദ്യം ചോദിക്കട്ടെ, ആഷിയുടെ ഉമ്മയും ജാസിയും തമ്മിലുള്ള ഇരിപ്പോശം എങ്ങനെയാ? ജാസിക്ക് മനസ്സേ കൈവച്ച് പറയാമോ, നെഞ്ചത്തെ കൈവച്ച് പറയാമോ, ഞാൻ അവരെ വിഷമിപ്പിച്ചിട്ടില്ല? ഞാൻ ആഷിനെ സ്നേഹിച്ചു എന്നുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട്. തലേമോരെയും കാട്ടിട്ട് പിള്ളേരെ കറക്കി കാണും. എനിക്ക് ജീവനുള്ളടത്തോളം കാലം പടി ഞാൻ കയറ്റൂല. ഉമ്മാനെ ഞാൻ വിഷമിപ്പിച്ചു. ഉമ്മാനെ ഞാൻ ഒരിക്കലും ഞാൻ വിഷമിക്കാനോ അല്ലെങ്കിൽ ഉമ്മാനോട് ഞാൻ തെറി പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. തള്ള എന്റെ അടുത്ത് എന്തെങ്കിലും വെള്ളത്തിൽ കാണിച്ചാലേ ആട്ടി പുറത്താക്കാൻ ഞാൻ പറഞ്ഞേക്കാം. പാന്റിന്റെ ഉള്ളിൽ എന്താണ് ക്യാരറ്റ് വെച്ചിട്ട് ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. അത് ജാസിന് ഉദ്ദേശിച്ചത് അല്ല, ഞാൻ ചിരട്ട വെച്ച് നടക്കാന്നാണ് പറയുന്നത്. ഇതിപ്പോ എനിക്ക് തുറന്ന് കാണിച്ചെടുക്കാൻ പറ്റില്ല. ഇത് ചിരട്ടാണല്ലോ എന്താണുള്ളത് എനിക്ക് തുറന്ന് കാണിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. കാണിക്കണ്ട. ഇതിനോടൊക്കെ അപ്പുറത്തേക്ക് സെക്സ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ലവ് ഉണ്ട് ഇതില്. ആണോ? ഭയങ്കര. അതാണ് ആൾക്കാരെ കാണാണ്ട് പോകുന്നത്. ഈ സെക്സ് അല്ല ലൈഫ്. പല ഒരു ലൈഫിന്റെ ചെറിയൊരു പാർട്ടാണ് സെക്സ്. എല്ലാവരും സെക്സ്വാലിറ്റി വെച്ചിട്ടാണ്. എനിക്കിപ്പോ അടുത്ത് ഒരാൾ അയച്ച, നിങ്ങൾ എങ്ങനെ സെക്സ് ചെയ്തില്ലേ? എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ? നിങ്ങളെ കളി എങ്ങനെയാ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.